ഇന്ന് നമുക്ക് പാർശ്വകോണാസനം ചെയ്യാം. കോണാസനത്തിൻ്റെ ഗുണങ്ങൾ പറയാം. ഉദരഭാഗത്തിനൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നു, ആക്റ്റീവാക്കുന്നു, ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. പെക്ടോറൽ മസിൽസിന്, സ്ഥാനത്തിനെ താങ്ങുന്ന, ബ്രസ്റ്റിനെ താങ്ങുന്ന പെക്ടോറൽ മസിൽസിന് നല്ല വ്യായാമം കിട്ടുന്നു. പിന്നെ കൈകൾക്കും കാലുകൾക്കും കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടുന്നു. കൈകളും കാലുകളും നല്ല ഫ്ലെക്സിബിളാകുന്നു. കാണിക്കാം. 3 അടി കാലുകൾ അകത്തി വെക്കണം. 3 അടി കാലുകൾ അകത്തി വെച്ചിട്ട് ആദ്യം കൈകളിങ്ങനെ കമത്തി പിടിക്കണം. യോഗ മാറ്റിൻ്റെ അങ്ങോട്ട് കമത്തി പിടിക്കുക. മുട്ടുകൾ മടങ്ങാതെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം. എന്നിട്ട് നെഞ്ച് വിരിച്ച് നല്ലപോലെ ശ്വാസം എടുക്കണം. ഇത് നമ്മുടെ ചെസ്റ്റിന് നല്ല വികസനം തരുന്നതാണ്. നമ്മുടെ ലങ് കപ്പാസിറ്റി കൂട്ടും. ഇങ്ങനെ ദീർഘമായി ശ്വസിച്ചിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശം താഴണം. ഇടത് കൈപ്പത്തി കൊണ്ടുപോയി കാലിൽ വെക്കണം. വലത് കൈപ്പത്തിയുടെ ഇന്നർ ആംസ് ഇവിടം ചെവിയെ മുട്ടി വളച്ചു വെക്കണം. നോട്ടം അകലേക്കായിരിക്കണം. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. കൈകളിങ്ങനെ വിരിച്ച് പിടിച്ച് കൈപ്പത്തി താഴോട്ട് മാറ്റിന് അഭിമുഖമായിട്ട് പിടിച്ചിട്ട് ശ്വാസം നല്ലപോലെ ദീർഘമായിട്ടെടുത്ത് ചെസ്റ്റ് നിറയ്ക്കുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താണ്. ഇടത് കൈ താത്ത് ഇടത് കാലെ മുട്ടണം. വലത് കൈയുടെ അപ്പർ ആംസ് ചെവിയെ മുട്ടി ഉൾവശം ഇവിടം ചെവിയെ മുട്ടിച്ച് വളച്ചു വെക്കണം. നോട്ടം അകലേക്ക് കാണിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് നേരെയാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ടും ചെയ്യുക. കാണിക്കാം. അങ്ങനെ ആദ്യത്തെ ദിവസം 3 പ്രാവശ്യം ചെയ്യുക. രണ്ടാമത്തെ ദിവസം 5, 7, 9 അങ്ങനെ കൂട്ടി പോവാം. ഓക്കെ.